കരുവന്നൂരെന്ന് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. സുരേഷ് ഗോപി നടന്ന് പതതൂറിയത് മിച്ചം. പറ്റണ പണിക്കോലും പോയാ പോരേണ്ട സുരേഷ് ഗോപിയെ. എന്തൊക്കെ പ്രഹസനാണ്ട നീ കാണിച്ചു കൂട്ടണ ഗഡിയെ. അയാൾ അവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കരുവന്നൂരെന്ന് കേട്ടാൽ അപ്പിയിടാൻ മുട്ടുന്ന ഒരാളുണ്ട് ഈ കൊച്ചു കേരളത്തിൽ. അതാരാണെന്നല്ലേ? സുരേഷ് ഗോപി. ഓർമ്മിക്കുന്നില്ലേ? എന്തൊരു പുകിലായിരുന്നു ഭരത്ചന്ദ്രന്റെ ഭാവാദികളോടെ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ചവിട്ടിക്കുലുക്കി നടന്ന സുരേഷ് ഗോപിയെ. ശാസ്തമംഗലത്തു നിന്നും പൈപ്പുമൂട് ജംഗ്ഷനിലേക്ക് ബോഞ്ചി വെള്ളം കുടിക്കുവാൻ പോകുന്ന ലാഘവത്തിൽ അളിയൻ ചവിട്ടിക്കുലുക്കി നടന്നൊടുക്കം 10-20 കിലോമീറ്റർ നടന്ന് വായിലൂടെ നുരയും പതയും വന്ന് വഴിയിൽ കണ്ട മോരും വെള്ളവും കൊലക്കണക്കിന് പഴവും തിന്ന് വയറ് നിറഞ്ഞൊടുക്കം നടക്കാൻ വയ്യാതെ വണ്ടിയും തള്ളി തൂറാമുട്ടി ഒടുക്കം ആംബുലൻസിൽ എടുത്തുകൊണ്ടുപോയ സുരേഷ് ഗോപിയെ ഓർക്കുന്നില്ലേ? അനീഷെ, ആ സീനൊന്ന് കാണിക്കേ. ഫ്ലാഷ് ബാക്ക്. ഭാരതത്തിന്റെ പെരുമാറിലൂടെ യശ്വന്ത് സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിൽ എത്തിയിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കൗങ്ങിന്റെ യാത്ര. ഇത് കൊടിമല ജാഥ എന്ന് പറയും. പറ്റണ പണിക്കോലും പോയാ പോരേണ്ട സുരേഷ് ഗോപിയെ. എന്തൊക്കെ പ്രഹസനാണ്ട നീ കാണിച്ചു കൂട്ടണ ഗഡിയെ. അയാൾ അവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. മേലനങ്ങി പണിയെടുക്കാൻ അറിയില്ല. ആകെ കൂടി അറിയാവുന്ന പണി സമരം ചെയ്യലാണ്. വെള്ളം തരൂ. വെള്ളം കൊണ്ടുവരാൻ ഒരാൾ പോയാ പോലെ അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം മാറട്ടാ. രാവിലെ കോച്ച് വീശി തുടങ്ങിയോ? രാവും പകലൊക്കെ ഉണ്ടാക്കുന്ന സൂര്യനും ചന്ദ്രനല്ലേ? കോച്ച് വീശി കോച്ച് യോക്കി പാലക്കുടി 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ഞാനിപ്പോ ശവമാകും. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോകും. ശബ്ദം വിടോ. നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിലും കരുവന്നൂരിൽ പണം നിക്ഷേപിച്ച പാവങ്ങൾ ഇതൊരിക്കലും മറക്കില്ല. കാശും പോയി ഓട്ടതൂറിക്കിടന്ന ആ പാവങ്ങളെയും പിടിച്ച് ഈ വധൂരി നടത്തിച്ചു. ഗോപിയുടെ ഈ ചവിട്ടുകുലുക്കിയുള്ള നടത്തം കണ്ടപ്പോൾ ആ പാവങ്ങൾ ഓർത്തു, ഇപ്പോ എല്ലാം ശരിയാക്കി തരുമെന്ന്. പിന്നെ എന്തൊക്കെയായിരുന്നു? ED റെയ്ഡ്, AC മൊയ്തീന്റെയും ബാങ്ക് അധികൃതരുടെയും വീടുകളിൽ മാരത്തോൺ റെയ്ഡുകൾ, ED ഓഫീസിലേക്ക് വിളിപ്പിക്കൽ, വിരട്ടൽ, കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കൽ, ബാങ്കിൽ 1000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നൊടുവിൽ റിപ്പോർട്ടും വന്നു. ഇപ്പോൾ ദാ AC മൊയ്തീൻ ഇതിനെ നെഞ്ചും വിരിച്ച് നടക്കുന്നു. സുരേഷ് ഗോപി നടന്ന് പതവന്ന് മോരും പഴവും തിന്ന് തൂറി നാറ്റിച്ചിട്ട് പോയി. അദ്ദേഹത്തിന്റെ മലബന്ധം പോയി. അജീർണം വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും ഒഴുകിപ്പോയി. എന്നാൽ കരുവന്നൂരിലെ പണം നഷ്ടപ്പെട്ടവരുടെ കാര്യങ്ങൾക്ക് യാതൊരു തീരുമാനവുമായില്ല ഇതുവരെ. ആണുങ്ങൾ ഡീലുണ്ടാക്കി വീതം വെച്ചെടുത്തു. ED കേസും റെയ്ഡും പതിവ് പോലെ ആവിയായിപ്പോയി. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്റെ ആർഭാടം കണ്ടപ്പോൾ സഹാക്കന്മാർ കാശ് പോയവരുടെ, ഗോപിയുടെ കൂടെ നടക്കാൻ പോയവരെ നോക്കി ഇളിച്ചു കാണിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ കളി എന്ന രീതിയിൽ. ഇനി വോട്ടെന്ന് പറഞ്ഞ് ഗോപി ചവിട്ടിക്കുലുക്കി വന്നാൽ മടലെടുക്കും എന്നാണ് കരുവന്നൂർ തട്ടിപ്പിന്റെ ഇരകൾ പറയുന്നത്. ഇനി തോറ്റാലും ഗോപിക്കെന്നാ തൈര. ഗോപിയാകുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പ് തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ റോഡ് ഷോ നടന്നത്. അത് നാട്ടുകാരെ കരമ്പിക്കാൻ ഒന്നുമല്ലായിരുന്നു. അയാളുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു. അതപ്രകാരം നടക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് നിക്ഷേപകരുടെ പണം വീണ്ടെടുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു അന്നത്തെ വാഗ്ദാനം. പക്ഷേ വൺസ് മോർ നാട്ടുകാർ ഊഞ്ഞാലായി. കരുവന്നൂർ വിഷയം ഉന്നയിച്ച് പദയാത്രയുമായാണ് സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശ്ശൂരിൽ ചവിട്ടിപ്പതപ്പിച്ച് ഇറങ്ങിയത്. കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഏതാണ്ട് 20 കിലോമീറ്ററാണ് സുരേഷ് ഗോപിയും അനുയായികളും നടന്നത്. പണം നഷ്ടമായതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തവരുടെയും ദുരിതത്തിലാണ്ടവരുടെയും കുടുംബാംഗങ്ങളെയും അണിനിരത്തിയായിരുന്നു
ആ പദയാത്ര നഷ്ടമായ പണം മുഴുവൻ നിക്ഷേപകർക്ക് ലഭിക്കും വരെ പ്രക്ഷോഭമെന്നും അന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ജനങ്ങൾ വൺസ് മോർ അതെ, നാട്ടുകാർ വീണ്ടും ഊഞ്ഞാലായി. പക്ഷേ ഗോപി നടന്നു തൂറിയെങ്കിലും അടുത്ത ദിവസം ഒരു പത്രസമ്മേളനവും നടത്തി അതും വെറും പട്ടിഷോ ആക്കി മാറ്റി അദ്ദേഹം സ്ഥലം വിട്ടു. അതോടെ ഗോപി ആ വിഷയവും വിട്ടു, അടുത്ത വിഷയത്തിൻ്റെ പുറകെയും പോയി. അതും പക്ഷേ 3G ആയിപ്പോയി. ഗോപി അടുത്തതായി തേച്ചത് മാതാവിനെയായിരുന്നു. മാതാവും അതെടുത്ത് ഒറ്റയേറ്. മാതാവിന് മുക്കുകിരീടം കൊടുത്തെന്ന് പറഞ്ഞ് കത്തോലിക്കരുടെയും വെറുപ്പ് സമ്പാദിച്ചു. അങ്ങനെ നാറിപ്പറഞ്ഞു നിൽക്കുമ്പോൾ അടുത്ത ഊളത്തരവും തട്ടിവിട്ടു. ജയിച്ചാൽ മാതാവിന് 10 പവന്റെ കിരീടം കൊടുക്കാമെന്ന്. അങ്ങനെ വീണ്ടും വൺസ് മോർ അതെ, അങ്ങനെ അതും ഊഞ്ഞാലായി. ഗോപിയെ ആ 10 പവന്റെ കിരീടം കൊണ്ട് നിന്റെ അച്ചയ്ക്ക് വെച്ചു കൊടുക്കുന്ന ഒരൊറ്റ കത്തോലിക്കനും പറഞ്ഞു കേട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ പൊന്നെ. അങ്ങനെങ്ങാനും പറഞ്ഞു കളഞ്ഞാൽ ED വന്ന് അരമനയിൽ കയറി നമ്മുടെ മെനകെട്ട ബിഷപ്പിന്റെ അരിഞ്ഞാണം വരെ പറിച്ചോട്ട് പോകുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തതിനാലാവണം അപ്രകാരവും ആരും പറഞ്ഞില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചതോടെ കരുവന്നൂർ വിഷയം സുരേഷ് ഗോപിയും BJPയും ഏതാണ്ട് മറന്നമട്ടാണ്. പക്ഷേ നാട്ടുകാരും നമ്മളും മറക്കുമോ? അങ്ങനെ മറക്കാൻ പറ്റുമോ? ചവിട്ടിക്കുലുക്കി തൃശ്ശൂർ എടുക്കുവാൻ നടക്കുന്ന സുരേഷ് ഗോപി ഇതുവരെ കരുവന്നൂർ വിഷയം മിണ്ടിയിട്ട് പോലുമില്ല എന്നോർക്കണം. കരുവന്നൂരു അതെന്നാ സാധനം എന്നതാണ് ഭാവം. പണം നഷ്ടമായ നിക്ഷേപകരെ അന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഇന്നവരെ കണ്ട ഭാവമില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ ഈ റിട്രോഗ്രേറ്റഡ് അമ്നേഷ്യയ്ക്കുള്ള മരുന്ന് മുരളീധരന്റെ രൂപത്തിൽ കോൺഗ്രസ് കളത്തിലിറക്കിക്കഴിഞ്ഞു. അതോടെ സുരേഷ് ഗോപിയും വൺസ് മോർ അതേ സുഹൃത്തുക്കളെ, ഭരചന്ദ്രൻ കളിച്ച് ചവിട്ടി പദവരുത്തിയ സുരേഷ് ഗോപി ഇപ്പോൾ മൂങ്ങ പോലെ തലതാഴ്ത്തി നടക്കുന്നത് മുതലാക്കാനാണ് കോൺഗ്രസിന്റെ പദ്ധതി. ഇത് BJPയും CPMും തമ്മിലുള്ള അന്തർധാരയ്ക്ക് തെളിവാണെന്നാണ് അവർ പറയുന്നത്. അല്ലെന്ന് ഏതെങ്കിലും മോന് പറയാൻ പറ്റുമോ? CPM നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നറ്റിക്കാതിരിക്കുവാൻ CPM ഇത്തവണ തൃശ്ശൂരിൽ BJPയെ സഹായിക്കാമെന്ന ധാരണയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് UDF സമർത്ഥിക്കുന്നത്. പ്രതാപനെ മാറ്റി മുരളീധരൻ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എത്തിയതോടെ കോൺഗ്രസുകാർ കരുവന്നൂർ വിഷയം ആളിക്കത്തിക്കുകയാണ്. ഇപ്പോൾ കരുവന്നൂർ വിഷയം ഉയർത്തിയതോടെ സുരേഷ് ഗോപിക്ക് ഇത്തവണയും തൃശ്ശൂർ ഉയർത്താൻ പറ്റില്ല എന്നൊരു ഭീതി BJP നേതാക്കളുടെ ഇടയിലേക്കും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതോടെ നേതാക്കളും വൺസ് മോർ അതേ സുഹൃത്തുക്കളെ, നേതാക്കളും ഏതാണ്ട് ഊഞ്ഞാലായ മട്ടാണ്. മുൻമന്ത്രി AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കളെ ED ആവർത്തിച്ച് ചോദ്യം ചെയ്തത് പാർട്ടിയെ തളർത്തുമെന്ന തിരിച്ചറിവാണ് BJPയുമായി ഒരു അന്തർധാര ഉണ്ടാക്കുവാൻ കാരണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ഇപ്പോൾ BJP നേതൃത്വവും സുരേഷ് ഗോപിയും അടക്കം കരുവന്നൂരിൽ കാണിക്കുന്ന ആ മൗനവും താല്പര്യക്കുറവും ഈ ആരോപണം ശരിവെക്കുന്നതാണ് അല്ലേ? കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് അടക്കമുള്ളവരെ ED പലതവണ ചോദ്യം ചെയ്യുകയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. മുൻമന്ത്രി AC മൊയ്തീനെയും വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് ED പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരനക്കവും നഹി നഹി. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പരിപാടികളാണെന്നാണ് CPM നേതൃത്വം ആവർത്തിച്ചിരുന്നത്. അതെല്ലാം ഇപ്പോൾ സത്യമായി തീർന്നിരിക്കുകയാണ്. അതോടെ ജനങ്ങളും വൺസ് മോർ അതേ സുഹൃത്തുക്കളെ, ജനങ്ങളും യഥാർത്ഥത്തിൽ ഊഞ്ഞാലായിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് വരെ സുരേഷ് ഗോപിയുടെ തൂക്കുകെട്ടയ്ക്കായിരുന്നു തൃശ്ശൂരിൽ അല്പം പണത്തൂക്കം മുൻപിൽ. ഗോപിയുടെ പേര് അനർത്ഥമാക്കും വിധം തുടർച്ചയായി ഉണ്ടായ പാളിച്ചകൾ കരുവന്നൂർ വിഷയമെടുത്താൽ ഗണപതിക്ക് വെച്ചത് തന്നെ കാക്ക കൊണ്ടുപോയി എന്ന അവസ്ഥയായി. മകളുടെ കല്യാണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയ ഷോകൾ ആദ്യം മതിപ്പുണ്ടാക്കിയെങ്കിലും ഒടുക്കം ജനങ്ങളെ വെറുപ്പിച്ചു. ആദിവാസി കോളനി സന്ദർശനത്തെത്തിയപ്പോൾ പ്രവർത്തകരില്ലെന്ന് പറഞ്ഞ് അവരെ ചീത്ത വിളിച്ച സംഭവം അദ്ദേഹത്തിന്റെ ഇമേജ് കളഞ്ഞു.
പത്മജയെ വിളിച്ചിറക്കി തൃശ്ശൂർ പിടിക്കാനുള്ള ശ്രമവും പാളി. മാതാവിന് കുടുംബസമേതം കൊണ്ട് മുക്കുമണ്ഡം നേർച്ചയായി കൊടുത്ത് PR കൊഴിപ്പിച്ച സംഭവവും പാളി. അതിലെല്ലാം ഉപരി പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതോടെ ആ സാധ്യതയും മങ്ങിയതോടെ ഒന്നിൽ നിന്നും 3ാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി മൂക്കുകുത്തി. അതോടെ ഗോപിയും വൺസ് മോർ അതേ സുഹൃത്തുക്കളെ, സുരേഷ് ഗോപിയും ഏതാണ്ട് ഊഞ്ഞാലാകാറായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും തൃശ്ശൂർ എടുക്കാൻ വെറുതെ കണ്ടമാനം മുക്കി വളിഞ്ഞരപ്പ് പൊട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. പേരിൻ്റെ അറ്റത്ത് ഗോപി ഉള്ളിടത്തോളം കാലം സുരേഷ് ഗോപിയാകും എന്നതാണ് ലക്ഷണശാസ്ത്ര വിദഗ്ധൻ ചാമി തണുപ്പത്ത് കിടുകിടാനന്ദൻ അരുളി ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് സംഘികൾ എന്നെ പൊങ്കാലയിടാൻ വരരുതേ. ഞാൻ പറഞ്ഞത് സത്യമാണ്. സത്യം കേട്ട് കുരുപൊട്ടാൻ പാടില്ല എന്നതാണ് പ്രമാണം. അപ്പോ നമ്മൾ പോവാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.